ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയൂണിന് ഉണ്ടാക്കുന്നത് അവിയലാണ്. അപ്പോൾ സംബന്ധിച്ചാൽ നമ്മൾക്ക് ഇന്ന് അവിയൽ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിയൽ കൂട്ടിയിട്ടുള്ള ഉച്ചയൂണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നാൽ നമുക്ക് അവിയൽ ഉണ്ടാക്കി തുടങ്ങാം. കാരണം വെച്ചാൽ നമുക്ക് ഇന്ന് അവിയൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എന്നാൽ അതന്നെ ഉണ്ട് അത്യാവശ്യം കഷ്ണങ്ങൾ ഉറുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക്. അപ്പോൾ പിന്നെ അത് നോക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ഉണ്ടാക്കാണ്, തുടങ്ങാണ്. അപ്പം നമുക്ക് ഏതായാലും ഇന്ന് അവിയൽ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അവിയലൊന്നും പിന്നെ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം തോന്നുന്ന സമയത്ത് പിന്നെ അത് അപ്പോൾ എന്തായാലും അന്ന് ഉണ്ടാക്കും, പിന്നെ അത് മാറ്റിക്കില്ല. അപ്പോൾ അതാണ് നമുക്ക് കഷ്ണങ്ങൾ ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാം നുറുക്കിയെടുക്കണം. വെള്ളരിക്ക ഒക്കെ ഒക്കെ ഇന്ന് പാകത്തിന്, അധികമില്ല, അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. കുറഞ്ഞ അളവ് തന്നെയുള്ളൂ കഷ്ണങ്ങളൊക്കെ. പിന്നെ ഇപ്പം തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് വേറെ കറികളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവിയൽ മാത്രം. പാവയ്ക്ക പിന്നെ ഞങ്ങൾക്ക് വളരെ നിർബന്ധമാണ്. അത് മാത്രമല്ല, പാവയ്ക്ക അതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കയ്പ്പ് അങ്ങനെ വിചാരിക്കുന്ന പോലെ അത് ഈ ഭാഗത്തൊക്കെ പാവയ്ക്ക ചേർക്കും. ഇപ്പോൾ കല്യാണ സദ്യക്കും അതുപോലെ മറ്റ് പിറന്നാൾ സദ്യക്കൊക്കെ ഞാൻ തന്നെ കഷ്ണം നുറുക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു പച്ചക്കായ, ചേന, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം, ഇതാ ഒക്കെ തൂലത്തിലൊക്കെ കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് നുറുക്കിയെടുക്കാം. അവിയലിന് പിന്നെ പ്രത്യേക രീതിയിലുള്ളൊരു നുറുക്കൽ തന്നെയാണല്ലോ, നമ്മൾ നീളത്തിലാണല്ലോ. കറീൻ്റെ കഷ്ണങ്ങൾക്ക് നുറുക്കുന്ന പോലെ ചതുരത്തിലല്ലല്ലോ. അത്യാവശ്യം കനം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് നീളത്തിൽ നുറുക്കിയെടുക്കാം. ക്യാരറ്റ് ഒന്നാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇതിക്ക് തേങ്ങ, പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് ചതച്ച് വെക്കാണ്ട് ആ പണിയാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലുള്ളത്. ഇതിനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് കുറച്ച് സമയമാവും, അതാണുള്ളത്. ഒന്നാമത് അതാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ, ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം അതാണ്. ഞങ്ങൾ എല്ലാം കൂടിയൊക്കെ ആക്കി വരുമ്പോഴേക്ക് സമയമാവും. നമുക്കെന്താ വെച്ചാൽ ഇത് ഇപ്പോൾ കഷ്ണം നുറുക്കലും ഉണ്ടാക്കലും ഒക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ഒപ്പം നമുക്കിത് ഈ വീഡിയോ ചിത്രീകരണം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഒരുങ്ങി വരുമ്പോഴേക്കാണ് ഈ സമയമാകുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്യാണ്ട് എല്ലാം കൂടി ആകുമ്പോഴേക്ക് ഉള്ളൊരു പ്രയാസമുണ്ട്. പയർ നല്ല നാടൻ പയറിനെയാണ് ഇന്ന് കിട്ടിയത്. ഈ അവിയലിന് കഷ്ണങ്ങൾ നുറുക്കലാണ് പണി. നമ്മൾ കഷ്ണങ്ങളും എല്ലാം നുറുക്കി ഇവിടെ വെച്ചു. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്.
ഇതിലാകുമ്പോഴേ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാനൊക്കെ കഴിയുള്ളൂ. കുറച്ച് അത്യാവശ്യം നല്ലൊരു വിസ്താരമുള്ള പാത്രമാണിത്. മുരിങ്ങക്കായ ലാസ്റ്റ് ഇടാം. മുരിങ്ങക്കായ മാത്രമല്ല നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മഞ്ഞപ്പൊടി, പിന്നെ പാകത്തിന് വെള്ളം. പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇനിയാണ് നമുക്ക് ചതയ്ക്കാനുള്ള പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചിരകിയതുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ച് വെക്കാം, അതോടെ ഒന്ന് വേവട്ടെ. ഇപ്പം ഒന്നുകൊണ്ട് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ആ മുരിങ്ങക്കായ അത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി ഒന്നുകൊണ്ട് വെന്ത ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടി എന്ന് വരുമ്പോൾ കുറച്ച് നീണ്ട് വെള്ളം ആവും ആ തൈരിൻ്റെ ഇത്. ഇനി നമുക്ക് നേരെ തേങ്ങ ചതച്ചത് അതും ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ പിന്നെ ഒന്നൊരു കട്ടയായിട്ട് വരും. പിന്നെ കുറഞ്ഞൊരു വെള്ളം ഇതൊക്കെ ചെറിയൊരു ഇത് ഞങ്ങൾക്ക് പൊതുവെ അത് ഇഷ്ടമാണ്. പച്ചക്കിട്ട് കട്ടയാക്കുന്നതിലേറെ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അവസാനം ഈ ഒരു അതുകൂടി ചെയ്ത് നമ്മളെ അവിയൽ അതിവിടെ റെഡിയായി. ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. അവിയൽ ഒക്കെ നല്ല പാകത്തിന് തന്നെയാണ്. ഒരു പപ്പടം കാച്ചിയതുണ്ട്. അതാണ് ഇപ്പം ഇന്ന്. നമുക്ക് ഇത് മാത്രം വേണമെങ്കിൽ നല്ലൊരു മുളക് കൂഷിയൊക്കെ വെക്കുമല്ലോ നമ്മൾ. ഇപ്പോൾ പപ്പായ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും മുളകിട്ട കറിയൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. ഇതും കൂടിയൊക്കെ ആയാൽ ഒരു ഒഴിച്ചുകറിയായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.